എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, നാളെ നിങ്ങളൊരു പണി ചെയ്യണം. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം. ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം, നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കും. സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, സ്ഥലം, അവന് ഹൗസിൻ്റെ പ്ലാനുകൾ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ, എന്തെല്ലാം രേഖകളാണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യണത്, ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത്, അതെല്ലാം നാളെ പ്രാർത്ഥിക കയ്യിലുണ്ടാകണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. ഈശോ, പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട്. ഈശോയെ, ഭർത്താവിൻ്റെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരുടെ അങ്ങയുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസ്ത്രീ മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ്, സാമ്പത്തിക ബാധ്യതകളായ ജോലി ഇല്ലാത്തവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ സ്പർശിക്കണേ. കർത്താവേ, അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സും മടുത്ത് തളർന്നിരിക്കണം. ഈശോയെ, അവരെല്ലാം നിന്റെ തിനൂറുപാടുന്ന അണിപ്രതാർന്ന് വലത് കരത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ കർത്താവേ. കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവശിക്കണമേ. അടിപ്പിടുന്ന പോലെ വൈതാക്കളമ്പ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഗുഡ് ഡേ.